ഇല്ലാത്തൊരു കാര്യം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നുണ്ട്. അഡ്വാൻസ് ടാക്സിന്റെ ഭാഗമായിട്ട് ഒരു ക്യാമ്പയിനിങ് അവർ നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് പല ആൾക്കാർക്കും ഈ രീതിയിലുള്ള ഒരു മെയിലോ മെസ്സേജോ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതിൽ പറഞ്ഞിട്ടുണ്ടാവുക നിങ്ങൾ എന്തിനാണ് ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ നിങ്ങൾ GSTയിലോ റിയൽ എസ്റ്റേറ്റ് പ്രകാരമോ അല്ലെങ്കിൽ എന്തെങ്കിലും മേജർ ഇൻവെസ്റ്റ്മെന്റോ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലുണ്ടെന്നും അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം വരുമാനമുള്ള ആൾക്കാരാണെന്നും അങ്ങനെ വരുമാനം ഉള്ള ആൾക്കാർ 10,000 രൂപക്ക് മുകളിൽ ടാക്സ് അടക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് അഡ്വാൻസ് ടാക്സ് അടക്കുക എന്നുള്ളത്. അപ്പോൾ അത് അടക്കണം എന്നും പറഞ്ഞിട്ടുള്ള ഒരു ഇൻറ്റിമേഷനാണ് അത്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും മേജർ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ മാർച്ച് 15 അല്ലെങ്കിൽ മാർച്ച് 31 മുമ്പ് നിങ്ങൾ ഈ ടാക്സ് ഒക്കെ അടക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ ലാഭിക്കാം. എന്തായാലും നമ്മൾ നടത്തുന്ന പല ഇടപാടുകളും ബാങ്ക് ത്രൂവോ അല്ലാതെയോ നടത്തുന്ന ഇടപാടുകൾ നിങ്ങളെ പാൻ കാർഡുമായിട്ട് കണക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ആധാർ കാർഡുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഇൻഫർമേഷൻ